കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കാണിക്കുന്നത്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല കേട്ടോ, ഇത് നമുക്ക് ലഞ്ച് ബോക്സിൽ ഓഫീസിലേക്കും സ്കൂളിൽ കുട്ടികൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും കൂടി പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. രാവിലെ നമുക്ക് ചെറിയ സമയം കൊണ്ട് വലിയ ജോലിയൊന്നും ഇല്ലാതെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫുഡാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനൊരു 2 മുട്ടയാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. മുട്ടയിലേക്ക് നമുക്കൊരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 1/3 കപ്പ് വരെ പാൽ, വേണമെങ്കിൽ അര കപ്പ് വരെ ചേർക്കാം കേട്ടോ. ഞാനൊരു 1/3 കപ്പ് വരെ പാൽ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാഴ്സ്ലി ലീവ്സ് കട്ട് ചെയ്തത് ചേർക്കാണ്. പാഴ്സ്ലി ലീവ്സ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കുറച്ച് മല്ലിയില ചേർത്താൽ മതി. പിന്നെ കുറച്ച് മൊസറല്ല ചീസും കൂടി ചേർത്തിട്ടുണ്ട്. അതിന് പകരം ചെഡാർ ചീസും ചേർക്കാം, അല്ലെങ്കിൽ ക്രീം ചീസോ നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലൊരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കുറച്ച് സോസേജ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. സോസേജിന് പകരം ചിക്കൻ ഫ്രൈ ചെയ്തത് ബാക്കിയുണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ മുട്ട കുറച്ചൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുറച്ച് സോസേജ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടോട്ടിയ ബ്രെഡാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ചപ്പാത്തി, നിങ്ങൾക്ക് ഏത് ബ്രെഡാണ് ഇഷ്ടം, നമ്മുടെ സാധാരണ സ്ലൈസ് ബ്രെഡ് അതൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു ടോട്ടിയ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിങ്ങനെ നടുവിൽ വെച്ചിട്ട് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളിത് തയ്യാറാക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിൻ്റെ ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്തിട്ടോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വലിയ റൗണ്ടൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്യാതെ തന്നെ വെക്കാം. അപ്പോൾ ഞാൻ ഈ പാത്രം കുറച്ച് ചെറുതായതുകൊണ്ട് ഇതുപോലെ 2ആയി കട്ട് ചെയ്ത് ഇങ്ങനെ മടക്കി മടക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കുറേ ലെയറുകളാക്കി വെക്കണം. വീണ്ടും ഒരു ബ്രെഡും കൂടി എടുത്ത് നടുവിൽ വെച്ച് കട്ട് ചെയ്യാണ്. 2 ടോട്ടിയ ബ്രെഡാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതും ഇതുപോലെ മടക്കി മടക്കി നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സോസേജ് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 2 പേർക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ ഈ ഒരു അളവിൽ ചെയ്യുമ്പോൾ. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മുട്ടയും പാലും ചീസും ഒക്കെ ചേർന്നിട്ടുള്ള ആ ഒരു മിക്സ് ഇതിൻ്റെ എല്ലാ ഭാഗത്തും, ഇടയിലും സൈഡിലും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മുട്ട കുറച്ചിങ്ങനെ താഴേക്ക് പോകട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. നമ്മളത് വേവിച്ചെടുക്കുന്ന സമയത്ത് അങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തത് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. ബട്ടറിന് പകരം നിങ്ങൾക്ക് എണ്ണ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ബട്ടറും എണ്ണയൊന്നും വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. പക്ഷേ ബട്ടറും കൂടി ഉണ്ടാകുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ട് ബട്ടർ ചേർക്കായിരിക്കും നല്ലത്. അപ്പോൾ ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ വരെ ബട്ടർ എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു 4 മുതൽ 5 മിനിറ്റ് വരെ ഒന്ന് മൈക്രോവേവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം നിങ്ങൾക്ക് സ്റ്റീം ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സാധാരണ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ ബേക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ ഉള്ളിൽ അടുക്കി വെച്ചിട്ടും ചെയ്തെടുക്കാം. ഏത് രീതിയിലും ചെയ്യാം കേട്ടോ. ഞാൻ ഇന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ടൊരു 4 മിനിറ്റ് ഇതൊന്ന് മൈക്രോവേവ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇതൊരു 4 മിനിറ്റ് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. ഇത് റെഡി ആവാനായിട്ട് ഒരു 4 മിനിറ്റ് ഞാൻ മൈക്രോവേവ് ചെയ്തെടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ ഇരിക്കുക. നമ്മൾ ധാരാളം മുട്ടയും ബട്ടറും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും ഇത്. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് എന്തായാലും ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലഞ്ച് ബോക്സിലൊക്കെ ഇത് കൊടുത്തു വിടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മുഴുവനായിട്ട് തന്നെ കഴിക്കും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു ലഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്